വിൻറ്റേജ് ബസ് RKV കൊള്ളാം. ഇതെന്തോ ആയത് പപ്പടമൊക്കെ ഇതെന്തോ വലിപ്പമാ. ഈ BMW കാണാൻ നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. TVM വന്നിട്ട് ലുലു കയറുക എന്നുള്ളൊരു ചടങ്ങാണല്ലോ. അപ്പം പിന്നെ എങ്ങനെയാണ് കയറുമല്ലേ? സ്റ്റാർബക്സ് നമ്മളെ മാടി വിളിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട, നോ. ഇത് നമ്മളെടുത്ത് കാട്ടിക്കളയുന്ന സാധനമാണിത്. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ വെളുപ്പിന് ട്രിവാൻഡ്രം പോകുന്ന ഒരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താ വണ്ടി കഴുകണം. അപ്പോൾ കുഞ്ഞിനെയാണ് നമ്മുടെ വണ്ടി കഴുകുന്ന ആൾ, നമ്മൾ നോക്കി നിൽക്കുന്ന ആൾ, അതാണ് മെയിൻ സംഭവം. അപ്പം അതാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒഴിക്കാതെ കാലിലോട്ട് ഓടിക്കോടുന്നു ചില്ലൊരല്ല സൂക്കേടെ ഗൈസ്. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ഞാനും കണ്ട പറ്റത്തില്ല, സൗകര്യമില്ല വലിച്ചുവിടാൻ. ഇതിൽ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? കഴുകണ്ട മീൻസ് നമ്മൾ തന്നെ ഇതിൽ ഇച്ചിരി പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൗണ്ടിൻ്റെ സംഭവം അതൊന്ന് സെറ്റപ്പാക്കലാണ് പരിപാടി. ഇച്ചിരി മാറിക്കിടക്കുമായിരുന്നു. കഴുകലും പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ സെറ്റപ്പാക്കിയിട്ട് നമ്മൾ രാവിലെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാം. നമ്മൾ നേരെ ഇപ്പോൾ രാവിലെ ആയിരുന്നു. അപ്പോൾ നമ്മളിനി പോകാനായിട്ട് ഇറങ്ങാണ്. നമ്മൾ പോകുന്നത് എരുമേലി ചെന്ന് അവിടുന്ന് നേരെ പത്തനംതിട്ട, പിന്നെ കോന്നി, അങ്ങനെയാണ് നമുക്ക് TVM പോകുന്നത്. കോന്നി എത്തി ഗൈസ്. നമുക്ക് ഇനിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറേ പോകാനായിട്ട് ഗൈസ്. നമ്മളിങ്ങനെ പയ്യൊക്കെ ഇങ്ങനെ അങ്ങ് പോവാം. ഓരോ വണ്ടിക്കാർ ഏത് വഴിയൊക്കെയാണോ വന്ന് കയറുന്നതിൻ്റെ പൊന്നോ ഗൈസ്. നമ്മളിങ്ങനെ സക്സസ്ഫുള്ളി റെയിൽവേ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ റോഡെല്ലാം നല്ല കിടുക്കാച്ച റോഡ്. എല്ലാ വണ്ടിക്കാരും പിന്നെ പറന്നടിച്ചാണ് പോകുന്നത്. നല്ല അടിപൊളി റോഡ്. ഇത് കണ്ട നമ്മുടെ പഴയ മോഡൽ ബസ്. ഇത് ഈ ഭാഗത്തൊക്കെ ഇത്രയും പഴയ ബസ്സൊക്കെ ഓടുന്നുണ്ട്. ഇത് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് ഗൈസ്. നമ്മൾ മെയിനായിട്ട് ട്രിവാൻഡ്രം വന്നത് ഒരു കല്യാണം കൂടാനാണ്. അതുകൊണ്ട് രേവതി ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ കല്യാണം കൂടാൻ വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോകാനായിട്ട്. കല്യാണത്തിന് നമ്മൾ കയറി വരുമ്പോഴേ ഓരോ ഗ്ലാസ് ജ്യൂസ്, ഓരോ ഗ്ലാസ് അല്ല 2-3 ഗ്ലാസ് ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരിതേ. ഞാൻ ആദ്യമായിട്ട് ഈ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഈ വടയൊക്കെ കഴിക്കുന്നത്. ഇതിവിടെ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്ന. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കല്യാണത്തിനൊന്നും ഇങ്ങനെ വടയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പെണ്ണും ചെക്കനുമൊക്കെ എന്തുകൊണ്ട് വിദൂരതയിൽ നിന്ന് ഇങ്ങനെ വരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതാണ് ഗായ്സ് പെണ്ണും ചെക്കനും. ഇത് കണ്ട ഇതാ നമ്മൾ ആദ്യം കണ്ട LED സ്ക്രീനിൻ്റെ ബാക്ക് സൈഡാ. എന്തോരം കണക്ഷനാ ഇല്ലയോ? ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം. അപ്പം ചേട്ടൻ്റെ ഏരിയയൊക്കെ കണ്ടിട്ട് തുടങ്ങി. ഇനി കുറേ കറികളുണ്ടെന്നാണ് പറഞ്ഞത്. കറിയെല്ലാം വിളമ്പി വരുമ്പോഴത്തേക്ക് വിശപ്പ് കിട്ടു പോകാതിരുന്ന ഭാഗ്യമായിരുന്നു. നമ്മുടെ ഇലയും കിട്ടി. ഇതെന്തോ ആയത് പപ്പടമൊക്കെ ഇതെന്തോ വലിപ്പമാ. കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ കണ്ട വണ്ടി അത് ഏതാല്ലേ കാണാൻ. ദോ ഗൈസ് അങ്ങ് വിദൂരതയിൽ നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ടോ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കറങ്ങാനൊക്കെ പോവാം. ഏതിലൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് അങ്ങോട്ട് വിടാം. ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര പരിതാപകരമാണ് കേട്ടോ ഇതുവഴി പോകുന്ന കാര്യം. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്കാണ് ഒരു ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്ക്. രക്ഷയില്ല, ഈ ഒരു പോക്ക് ഭയങ്കര ദുരിതമാണ്. TVM വന്നിട്ട് ലുലു കയറുക എന്നുള്ളൊരു ചടങ്ങാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കയറുമല്ലേ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ലുലുവിൽ വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതെങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഇവിടുത്തെ സെറ്റപ്പ്
സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ? അണ്ടർഗ്രൗണ്ടിലല്ലേ പാർക്കിംഗ് ഒക്കെ തുടങ്ങുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലുലുവിൽ വന്നത്. ഞാൻ ഇതിനു മുമ്പ് ലുലുവിൽ ഒരു ലുലു മാളിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ഉബ്രോ മാളിൽ പോയിട്ടുണ്ട്, പക്ഷേ ലുലു മാളിൽ അതുവരെ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ലുലു മാളിൽ. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. എൻ്റെ മോനെ ഒരു കൊള്ളാം കേട്ടോ, ഒത്തിരിയും കടകൾ. ഇതെന്തോ ഇത്? നമ്മളിപ്പോൾ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ്. അതായത് സൂപ്പർ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലാണ്. ഇതെന്നതാ? ഓമയ്ക്കാണ്. ഇത് നമ്മളെടുത്ത് കാട്ടിക്കളയുന്ന സാധനമാണിത്. നമ്മൾ തന്നെ ഇത് എടുക്കുക, ആവശ്യമുള്ള എടുക്കുക, ബാസ്ക്കറ്റ് ഇടുക. ക്യാപ്സിക്കം, പല കളർ സാധനങ്ങൾ, എന്തൊക്കെയാണോ ഇവിടെ. ആദ്യമായിട്ട് വന്നപ്പോൾ കണ്ടോണ്ടുള്ള ഇതായിരിക്കാം. മാങ്കോ ഒട്ടുക്കല്ലമ്മ, മാങ്കോ കസ്തൂരി മാങ്ങ, എന്തൊക്കെ മാങ്ങയാണോ ഇത്. മാങ്കോ അൽഫോൺസോ. ഇവിടെ ഒരു മാങ്ങയൊക്കെ വെച്ച് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, രസമുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ ഫിഷിൻ്റെ സെക്ഷനിലോട്ട്. അടുത്ത ഫിഷിൻ്റെ സെക്ഷനിൽ എന്തൊക്കെയാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കാണോ? അതൊന്ന് സംഭവം കൊള്ളാം കേട്ടോ, വെറൈറ്റി ആയിട്ടുണ്ടോ മൊത്തത്തിൽ. മീറ്റ്, ഫിഷ്, മീറ്റ്, ചിക്കൻ, ഓരോ സെക്ഷൻ തിരിച്ച്. സത്യം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ട്രിവാൻഡ്രം ലുലു മാളിൽ തന്നെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട്. ഞാൻ അങ്ങനെ മാളിലൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല. മീറ്റൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. മാളിൽ ചെന്ന ചായക്കട പോയിക്കൊണ്ടിരിക്കും. ഇതാ കയറി കളിക്കാൻ നല്ല രസമുള്ള പരിപാടിയല്ലേ? ആരും കണ്ടില്ല. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവസരം നമ്മൾ ചായക്കട കണ്ടുപിടിച്ച് ഗൈസ്. ഗൈസ് നമ്മൾ ചായ, കട്ട്ലറ്റ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം, കടി. ഗൈസ് താഴത്തെ ഷോപ്പിൽ നിന്നേ സമയം സിനിമയിലൊക്കെ ഉള്ള സാധനം നിങ്ങൾ തന്നെ വീണോണ്ടിരിക്കും. ഇതിൻ്റെ പേരെന്തുവായിരുന്നു? പേര് ഞാൻ മറന്നു. ഇത്രേ ഉള്ളൂ, ബുർജ് ഖലീഫ കൈ ഇതിനടി. ഗൈസ് നമ്മളിനിയിപ്പം പോകാനുള്ള പരിപാടിയാണ്. സമയം സന്ധ്യയായി. നമുക്കിപ്പോൾ പോയാലേ ഇനി അങ്ങ് ചെല്ലത്തുള്ളൂ. വീട്ടിൽ പാരാത്രിയാവും എന്തായാലും ചെല്ലുമ്പോൾ. സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ അങ്ങ് പോവാം. നമ്മൾ മെല്ലെ വണ്ടിയൊക്കെ എടുത്ത് മെയിൻ റോഡിന് അങ്ങോട്ട് എത്തി. അങ്ങനെ നമ്മൾ ലുലുവിനോട് ബൈ പറഞ്ഞ് പോവാണ് ഗൈസ്. ബൈ ലുലു, ബൈ. ഇനി എപ്പോഴാണോ ആവും ഇങ്ങോട്ടേക്ക് എന്ന് വരുന്നത്, എപ്പോഴേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി കൂടിക്കോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് 5:45 കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.